ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ച സ്നേഹ സൗഹൃദങ്ങളുടെ പരിസരമാണ് കോട്ടക്കൽ വലിയ പറമ്പിലെ ഷാർജ മസ്ജിദ്. നോമ്പ് തുറപ്പിക്കലിൻ്റെ മുന്നൊരുക്കങ്ങളുമായി അവിടുന്ന് അയച്ചു കിട്ടിയ ചില ഫോട്ടോകളാണ് ഇന്നത്തെ വർത്തമാനത്തിൻ്റെ കാരണം. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന അനീസിനെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം വന്നു. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകും ഒന്നോ രണ്ടോ അനീസുമാർ. കുറഞ്ഞു പോയെന്ന് നമുക്ക് തോന്നുന്ന പലതിനും പകരം കൂടുതൽ മറ്റു പലതും ലഭിച്ചവരാണവർ. രക്ഷിതാവിന് സമീപമെത്തുമ്പോൾ ഭാഗ്യരേഖ തെളിഞ്ഞു വരുന്നവർ. ഇവരുടെയൊക്കെ കലവറയില്ലാത്ത സന്തോഷം കാണണമെങ്കിൽ ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം പള്ളിയാഘോഷങ്ങളും മറ്റും തന്നെ വേണം. പള്ളി പ്രവർത്തകരും സാംസ്കാരിക സംഘാടകരുമൊക്കെ ചെയ്യുന്ന ഇത്തരം പുണ്യപ്രവർത്തികളുടെ വിലയറിയണമെങ്കിൽ നോമ്പ് തുറയോടടുക്കുന്ന സമയത്തെ ചെറിയൊരു യാത്ര മതിയാകും. ഈ പുണ്യപ്രവൃത്തിയുടെ തുടക്കം അറബ് വംശജരിൽ നിന്നാണെന്നാണ് എൻ്റെ അനുമാനം. നോമ്പ് മാസം അല്ലെങ്കിൽ പോലും വ്യാഴം, തിങ്കൾ എന്നീ ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പ് തുറക്കു വേണ്ടി വിഭവങ്ങൾ പള്ളിയിലെത്തിക്കുക അവിടങ്ങളിലെ പതിവാണ്. അപരിചിതരും യാത്രികരുമായവർക്കൊക്കെ ഇഫ്താർ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നവരാരും അവരുടെ ജാതിയും മതവും പരിഗണിക്കാറില്ല. വിശപ്പിനും ദാഹത്തിനും ഒറ്റ ജാതി മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പതിവില്ലാതിരുന്ന ഈ സമ്പ്രദായം സമാരംഭിച്ചത് പ്രവാസികളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വടപുറം ജുമാഅത്ത് പള്ളിയിലെ നോമ്പ് തുറ സമയത്ത് ഒരു ഉണക്കക്കാരക്കയുടെ ചീളുകൊണ്ട് നോമ്പ് തുറന്ന അനുഭവം എനിക്കുണ്ട്. ഇന്ന് പക്ഷേ ഉണങ്ങിയ കാരക്ക കിട്ടാക്കനിയാണ്. ഇന്ന് എല്ലാ പള്ളികളിലും വിദേശ പഴങ്ങളുടേതടക്കമുള്ള ഫ്രൂട്ട് ഫെസ്റ്റാണ് കാണാൻ സാധിക്കുന്നത്. ചോറ്, പൊരികൾ, പാനീയങ്ങൾ ഇവയുടെയൊക്കെ വകഭേദങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് എല്ലാ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു നിസ്കാരപ്പള്ളികളും ജുമാഅത്ത് പള്ളികളുമൊക്കെ. 2 പതിറ്റാണ്ടായി 10,000-കണക്കിന് ആളുകൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കുന്ന മഅദിൻ ഗ്രാൻഡ് മസ്ജിദിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇത്തവണയും ആ പതിവ് തുടരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിസര പ്രദേശങ്ങളിലെ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് മഅദിൻ ഈ മഹായജ്ഞം നടത്തിവരുന്നത്. ആശ്വാസപൂർവ്വം സന്തോഷത്തോടെ നോമ്പ് തുറക്കാനും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനും ഇവിടെ വലിയ സൗകര്യങ്ങളാണുള്ളത്. വലിയ ജമാഅത്തുകളും മഹല്ലുകളുമൊക്കെ ഇഫ്താർ ഊട്ട് ഒരു മത്സരമായി കണക്കാക്കുന്നു എന്ന് വേണം കരുതാൻ. അൽഹംദുലില്ലാ, സുഭിക്ഷമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നിരവധി ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുണ്ടെന്ന കാര്യം നാം വിസ്മരിക്കരുത്. എല്ലാ ജീവജാലങ്ങൾക്കും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം.